Hi viewers, welcome back to today's OET exam Introspection. അപ്പോൾ ഇന്ന് നമുക്ക് OET എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും ഓരോ മൊഡ്യൂളുകളിലുമായിട്ട് എങ്ങനെയാണ് അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്നുള്ളതും കൃത്യമായിട്ട് നോക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് എക്സാം എഴുതിയിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ OET എക്സാം ഇൻട്രോസ്പെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ആദ്യമായിട്ട് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഇന്ന് 2 സെറ്റുകളാണ് OET എക്സാമിന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഹൈപ്പർടെൻസീവ് എമർജൻസിയാണ് പാർട്ട് എ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ 4 ടെക്സ്റ്റുകളിലായിട്ട് എന്തൊക്കെ കണ്ടൻറ്റാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പം ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ എന്താണ് ഹൈപ്പർടെൻസീവ് എമർജൻസി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൈപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം റേഞ്ചസ് അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് നമുക്ക് ടൈപ്പുകൾ എടുത്ത് പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ റിസ്ക് ആണ് നമുക്ക് പറയുന്നത്. അനദർ വൺ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും അസസ്മെൻറ്റിനെ കുറിച്ചും കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. മൂവിങ് ടു ടെക്സ്റ്റ് സി എന്ന് പറയുമ്പോൾ കോസസിനെ കുറിച്ചാണ് പറയുന്നത്. ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ മെഡിക്കേഷൻസ് ആണ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ്, ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസും അതിൻ്റെ ഡോസസിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അലേർട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ബ്രാഡികാർഡിയൊക്കെ നമുക്ക് വരുവാണെങ്കിൽ കൃത്യമായിട്ട് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. മൂവിങ് ടു നമ്മളുടെ C1 C2 എക്സ്ട്രാക്റ്റുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ C1 നമ്മളോട് പറയുന്നത് മെഡിക്കേഷൻ കോംപ്ലയിൻസിനെ കുറിച്ചാണ്. C2 നമുക്ക് ടോപ്പിക്ക് വന്നിരിക്കുന്നത് CBS, അതായത് കണ്ടിന്യൂസ് ബ്രെയിൻ സ്റ്റിമുലേഷനെ കുറിച്ചാണ് നമുക്ക് ടോപ്പിക്ക് പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ സെറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം. അപ്പം സെക്കൻഡ് സെറ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ മാനേജ്മെൻ്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് പാർട്ട് എ ചോദിച്ചിരിക്കുന്നത്. 4 ടെക്സ്റ്റുകളിലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ ന്യൂ ബോൺ മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ന്യൂ ബോൺ മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻക്യുബേറ്റർ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് അതിനകത്ത് റെഫറൻസ് വന്നിട്ടുള്ളത്. മൂവിങ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് പോകുമ്പോൾ ഫീഡിംഗ് ആണ്, ഓറൽ ഫീഡിങ്ങിനെ കുറിച്ചാണ് എടുത്ത് പറയുന്നത്. അപ്പം എത്ര എമൗണ്ട് ഓഫ് ഫീഡിങ് കൊടുക്കണം അതും നമുക്ക് ഏജിനനുസരിച്ച് എന്നുള്ളതാണ്. സോ അത് നമുക്ക് പ്രത്യേകമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. 1 to 3 days, 6 to 7 ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം നമ്മൾ കൊടുക്കണം, ഹൗ മെനി നമ്മൾ അവറിനനുസരിച്ച് എത്ര കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെയിറ്റ്, അക്കോർഡിംഗ് ടു വെയിറ്റ് ആണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഇൻട്രാവീനസ് ഫ്ലൂയിഡ് എത്ര കൊടുക്കണം എന്നുള്ളൊരു കാര്യം നമ്മളോട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മൂവിങ് ടു ദ ടെക്സ്റ്റ് ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ റൂം മെയിൻ്റെനൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് കൃത്യമായിട്ട് നമ്മളോട് പാരാഗ്രാഫ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് C1 C2 എക്സ്ട്രാക്റ്റുകൾ നോക്കാം. അപ്പം C1 എന്ന് പറയുമ്പോൾ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. C2 എന്ന് പറയുന്നത് മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. അപ്പം 2 സെറ്റും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം റീഡിങ്, നമ്മളെപ്പോഴും റീഡിങ്ങിനെ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു സീരിയസ് ആയിട്ട് നമ്മൾ കാണാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് റീഡിങ് പലപ്പോഴും നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് നമ്മളെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ് റീഡിങ്ങും അതേപോലെ തന്നെ ലിസണിങ്ങും. ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ്, മാം ഞാൻ എത്ര പ്രാവശ്യം എഴുതിയാലും എനിക്ക് 330 എൻ്റെ സ്കോർ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഒരു റൈറ്റ് പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, റീഡിങ്ങും ലിസണിങ്ങും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ചിലവർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, മാം റൈറ്റ് ടൈമിനുള്ളിൽ എനിക്ക് കൃത്യമായിട്ടൊരു സമയത്തിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഏറ്റവും ഇവിടെ അങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഈ ഒരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമുക്ക് കിടക്കാം. റൈറ്റിംഗ് ആണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. അപ്പം റൈറ്റിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ ഫസ്റ്റ് സെറ്റ് 2 സെറ്റാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റിലേക്ക് നമുക്ക് ചോദിക്കുമ്പോൾ ലെറ്റർ ടു സ്റ്റുഡൻസ് GPക്കാണ് ഇവിടെ ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻ്റ് നെയിം നമുക്ക് തന്നിട്ടുണ്ട്, റേച്ചൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, ഡിസിനസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, വിച്ച് ഈസ് റിലേറ്റഡ് ടു എന്തായിരുന്നു എക്സാം ആൻഡ് ഫാമിലി കണ്ടീഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഹിസ്റ്ററിക്കകത്ത് തരുന്നുണ്ട്. പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് തരുമ്പോൾ പേഷ്യൻ്റെ ലോ മൂഡാണ്, സ്ലീപ്ലെസ്നെസ് ആണ്. സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് വരുമ്പോൾ പാരൻസ് റീസെൻ്റ്ലി ഡിവോഴ്സ്ഡ് ആണ്, ഇപ്പം ഫാദറിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഫാദർ ഹാസ് എ ഗേൾ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് ഇവിടെ ഒരുപാട് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്.
പറയുന്നുണ്ട്. നോട്ട് മച്ച് എൻഗേജ്ഡ് ഇൻ പ്രിയർ ഗ്രൂപ്പ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സൂയിസൈഡൽ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്റ്റഡീസിൽ ലോ ഇൻട്രസ്റ്റ് ആണ്. സൂയിസൈഡൽ ടെൻഡൻസിയുടെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് സെൽഫ് ഹാം ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റുഡൻസിൻ്റെ GPക്ക് ലെറ്റർ എഴുതാനാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് ലെറ്റർ. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ സെക്കൻഡ് ലെറ്റർ. സെക്കൻഡ് ലെറ്ററിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് പേഷ്യൻസ് GPക്ക് ലെറ്റർ എഴുതാനാണ് പറയുന്നത്. നമ്മൾ സ്കൂൾ ഹെൽത്ത് നഴ്സാണ്. സോ നമ്മളുടെ അടുത്ത് ഓൾറെഡി പേഷ്യൻ്റ് 2 പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. സെപ്റ്റംബറിലെയും ഡിസംബറിലെയും ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പേഷ്യൻറ്റ് കംപ്ലയിൻസ് പറയുന്നുണ്ട്. സ്റ്റൊമക്ക് പെയിനും ഹെഡ് ഏക്കും ഒക്കെ ഉണ്ട്. അത് റിലേറ്റഡ് ടു മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പം പേഷ്യൻറ്റ് പ്രസൻ്റ്ലി വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ട് നമുക്ക് ഇതേ സിംറ്റംസ് തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട്. സ്റ്റൊമക്ക് പെയിൻ ഉണ്ട്, ഡിസിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സസ്പെക്റ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റിന് അയൺ സപ്ലിമെൻ്ററി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ക്വയറി ഇട്ട് തന്നിട്ടുണ്ട്. പേഷ്യൻറ്റ് ന്യൂ ജോയിൻ്റ് ആണ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ പാരൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തു. കൺസെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം പേഷ്യൻ്റ് GPക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ലെറ്റർ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു ലെറ്ററിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. തേർഡ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് സ്പീക്കിംഗ്. സോ സ്പീക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മളോട് പറയുന്നത് ലോക്കൽ ക്ലിനിക്കാണ് നമുക്ക് സെറ്റിങ്സ് തന്നിട്ടുള്ളത്. പേഷ്യൻ്റ് ഇവിടെ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് പേഷ്യൻ്റ് എൻക്വയറിയുമായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. സോ ഓവർ വെയിറ്റ് ആണ്, പേഷ്യൻ്റ് കൺസേൺഡ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പേഷ്യൻ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ ജോബ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പേഷ്യൻ്റ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ്, ബിസി വർക്കാണ്. എക്സസൈസിൻ്റെ കാര്യം ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. പേഷ്യൻ്റ് ഇപ്പം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാനാണ്, പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഇതായിരുന്നു. പേഷ്യൻ്റ് നമ്മളോട് ചോദിക്കുകയാണ്, മെഡിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വാൺ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യൻ്റ് ഡയറ്ററി മാനേജ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ അൺഹെൽത്തി ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് എടുത്ത് നമ്മൾ പറയുന്നുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് സെറ്റിങ്സ് തന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് കണ്ടീഷൻ തന്നിരിക്കുന്നത് ബേൺ ആണ്. പേഷ്യൻ്റ് ലെഫ്റ്റ് ഹാൻഡിലാണ് ബേൺ ആയിരിക്കുന്നത്. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇപ്പം ആദ്യം തന്നെ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ടിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പേഷ്യൻ്റ് ചോദിക്കുമ്പോൾ 2 to 4 ഡേയ്സ് നമുക്ക് ക്ലിനിക്കിൽ ഡ്രസ്സിങ് ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആൻറ്റിബയോട്ടിക് തെറാപ്പി ഇപ്പോൾ ആവശ്യമില്ല, കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സ്കാറിങ്ങിനെ കുറിച്ച് പേഷ്യൻ്റ് എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻറ്റോട് പറയുന്നത് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഫർദർ ഫോളോ അപ്പ് വിസിറ്റ് എപ്പോഴും നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് കാർഡിലേക്ക് നമുക്ക് വരുമ്പോൾ മദർ ആൻഡ് ചൈൽഡ് കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ചൈൽഡ് നോട്ട് പ്രസൻ്റ് ആണ്. അപ്പം ചൈൽഡ് ഇവിടെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി 2 വീക്സിന് ശേഷം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടാണ്. ഒബിയസ്ലി മദർ ഒത്തിരി കൺസേൺഡ് ആണ്. അപ്പം ആ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പം പേഷ്യൻ്റ് മദർ കൺസേൺഡ് ആയിരിക്കുന്നത് ഹോസ്പിറ്റലൈസേഷനെ കുറിച്ചും ഹോസ്പിറ്റൽ സ്റ്റേയെക്കുറിച്ചും പ്രീ ഓപ്പറേറ്റീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കൺസേൺഡ് ആണ്. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ടാക്ട്ഫുള്ളി അഡ്രസ്സ് ചെയ്യാനാണ് നമ്മളോട് നമ്മുടെ കാർഡ് ആവശ്യപ്പെടുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് കാർഡിലേക്ക് നമുക്ക് വരുമ്പോൾ 19 years ഓൾഡ് ഫീമെയിൽ പേഷ്യൻ്റ് ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആമിൽ കട്ടായിട്ടുണ്ട്. പേഷ്യൻ്റ് ഒത്തിരി ആങ്ഷ്യസ് ആണ് ഫർദർ പ്രൊസീജിയറിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് നമ്മൾ കൂടുതലായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്നതാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വോണ്ട് ഇൻസ്പെക്ട് ചെയ്യും. സെക്കൻഡ് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എക്സ്റേ നമ്മൾ ചെയ്യും. തേർഡ് വൺ നമ്മൾ ഡ്രസ്സ് ചെയ്യും. അതുപോലെ പെയിൻ ഉണ്ടെങ്കിൽ അനാൽജസിക്സ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ TT എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം എടുത്തിട്ടില്ല എന്ന് പേഷ്യൻ്റ് നമുക്ക് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ അതിനോടൊപ്പം സംസാരിച്ച് പോകാനായിട്ട് കാർഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പേഷ്യൻറ്റിനോട് വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡോക്ടർ വന്ന് കാണുമെന്നുള്ളൊരു കാര്യവും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനാണ് കാർഡ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പീക്കിങ്ങിൻ്റെ കാർഡുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും സ്പീക്കിങ്ങിന് വന്നിരിക്കുന്ന എല്ലാ ക്ലൂ കാർഡുകളും കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നമ്മളുടെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കാം. 4ാമത്തെ മൊഡ്യൂൾ നമുക്കിന്ന് ചോദിച്ചിരിക്കുന്നത് ലിസണിംഗ് ആണ്. അപ്പം ലിസണിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ ഇന്ന് 2 സെറ്റാണ് ലിസണിങ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അതിൻ്റെ തന്നെ സെക്കൻഡ് നമുക്ക് വരുമ്പോൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പം ആദ്യത്തെ സെറ്റിൽ എന്തൊക്കെയാണ് സ്റ്റുഡൻസ് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ജോണ്ടിസ്, മിഡ്വൈഫ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, നൈബർ, സ്റ്റിറോയിഡ് ക്രീം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മിഡ്വൈഫ്, ഹൗസ് വർക്ക്, സിറോസിസ്, ഡാർക്ക്, ഡിസിനസ്, സ്ട്രെസ്,
തൈസ്, ഗ്രിപ്പ് എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻ പോകുന്നത് ന്യൂറോളജിസ്റ്റുമായിട്ടാണ്. സെക്കൻഡ് നമുക്ക് പോകുന്നത് റുമറ്റോളജിസ്റ്റുമായിട്ടാണ്. സ്റ്റുഡൻസ് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ബാങ്ക് മാനേജർ, സ്റ്റെയിൻ, ഫിസിയോതെറാപ്പി, നീ, ബട്ടക്സ്, സീഷർ, ലിവർ ക്യാൻസർ, ഫിബ്രോമയാൾജിയ, ഡയറി, ബിയറബിൾ, അതുപോലെ തന്നെ സ്വിമ്മിങ്, നെക്ക്, ഐസ്, അനൂറിസം, ടയേർഡ്, മസിൽ സ്ട്രെങ്ത്, ഡിമെൻഷ്യ എന്നിവയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 4 മൊഡ്യൂളുകളും എങ്ങനെയാണ് ഇന്ന് നമ്മളുടെ OET എക്സാമിന് വേണ്ടിയിട്ട് അവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഫ്രെയിം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് പ്ലീസ് കീപ്പ് ഓൺ വാച്ച് അവർ ചാനൽ ടിൻസീസ് അക്കാഡമി.